നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ കൗതുകകരമായ ഒരു ഡോക്യുമെന്ററി റിപ്പോർട്ടാണ് നോക്കുന്നത്. അതായത് എക്സ്റേയോ MRI സ്കാനറുകളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് സിദ്ധന്മാർ കണ്ടെത്തിയ ആ 72,000 നാഡികളും ആധുനിക അനാറ്റമി പുതുതായി കണ്ടെത്തിയ ഫാസിയ നെറ്റ്വർക്കും തമ്മിലുള്ള അത്ഭുതകരമായ ബന്ധം. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ശരിക്കും ഈ ഊർജം പ്രവഹിക്കുന്ന നാഡികൾ എന്താണ്? അതെ, ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ ഇതൊരു വെറും കെട്ടുകഥയല്ല എന്നതാണ്. ആധുനിക സയൻസ് ഇപ്പോഴിത് പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ട്. അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ കേട്ടിട്ടുള്ള ആ ഇടപിംഗള, സുഷുമ്ന എന്നൊക്കെ പറയുന്ന പ്രധാന നാഡികളെ സിദ്ധന്മാർ ഉപമിച്ചിരിക്കുന്നത് താമരത്തണ്ടിനുള്ളിലെ ആ നേർത്ത നൂലുകളോടാണല്ലോ. പറയാം, നിങ്ങളൊരു ഓറഞ്ച് പൊളിക്കുമ്പോൾ അതിനുള്ളിലെ അല്ലികളെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒരു വെളുത്ത വല പോലെയുള്ള ഭാഗം കണ്ടിട്ടില്ലേ? അതെ, ആ വെളുത്ത ഭാഗം നമ്മൾ പലപ്പോഴും കളയാറുള്ള ആ സാധനം. അതെ, അത് തന്നെ. അതുപോലെയാണ് ഈ ഫാസിയ. നമ്മുടെ ശരീരത്തെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ അവയവം. ശരീരത്തിന്റെ ഒരു വൈഫൈ ആയിട്ട് അതിവേഗം ആശയവിനിമയം നടത്താൻ ഇതിന് കഴിയും. വൈഫൈ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കൂടുതൽ കൗതുകകരമാകുന്നത്. ഈ ഫാസിയ വലിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പീസോ ഇലക്ട്രിക് പ്രതിഭാസം, അതാണല്ലോ നേർത്ത വൈദ്യുതോർജം സൃഷ്ടിക്കുന്നത്. ഇതുതന്നെയല്ലേ സിദ്ധന്മാർ പറഞ്ഞ ആ പ്രാണൻ? 100% അത് തന്നെയാണ്. അൾട്രാസൗണ്ട് സ്കാനിങ്ങുകൾ വഴി നാഡികളുടെ ഊർജ്ജപാതയും ഈ ഫാസിയയും ഒന്നാണെന്ന് ഇപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അറിവ് ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്തിനാണ് പ്രസക്തമാകുന്നത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, അല്ലേ? തീർച്ചയായും. അവിടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കലകളിലാണ് കുടികൊള്ളുന്നത് എന്ന് പറയുന്നത് പ്രസക്തമാകുന്നത്. അതായത് ഇഷ്യൂസ് ആർ ഇൻ അവർ ടിഷ്യൂസ് എന്ന് പറയില്ലേ? നമ്മൾ വല്ലാതെ സ്ട്രെസ്സിലാകുമ്പോൾ ഫാഷ്യ കട്ടിപിടിക്കും. ഇതിനെയാണ് സിദ്ധന്മാർ നാഡി ബ്ലോക്ക് എന്ന് വിളിച്ചത്. അപ്പോൾ അതാണ് ഈ നാഡി ബ്ലോക്ക്? അതെ, നമ്മൾ യോഗയോ മറ്റോ ചെയ്യുമ്പോൾ ഈ ബ്ലോക്കുകൾ മാറി അവിടെ ഊർജം വളരെ സുഗമമായി ഒഴുകാൻ തുടങ്ങും. അത്ഭുതം തന്നെ. എനിക്ക് തോന്നുന്ന വലിയൊരു സംശയം, സ്കാനിംഗ് മെഷീനുകൾ ഒന്നുമില്ലാതെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സിദ്ധന്മാർ ഇതെങ്ങനെ കൃത്യമായി കണ്ടെത്തി എന്നാണ്. അതിനുള്ള ഉത്തരം ഇന്ററോസെപ്ഷൻ എന്ന പ്രക്രിയയിലാണ് ഉള്ളത്. അഗാധമായ ധ്യാനത്തിലൂടെ അവർ തങ്ങളുടെ ശരീരത്തെ തന്നെ ഒരു MRI സ്കാനറാക്കി മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. കൂടെ നാഡീപരിശോധനയിലൂടെ അവർ ജീവന്റെ താളവും കൃത്യമായി മനസ്സിലാക്കി. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ആധുനിക സയൻസ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഫാഷിയ നെറ്റ്വർക്ക് പണ്ടത്തെ സിദ്ധന്മാർ തങ്ങളുടെ ബോധമണ്ഡലം മാത്രം ഉപയോഗിച്ച് കണ്ടെത്തിയ ആ നാഡീ ശൃംഖലയുടെ പുതിയൊരു പേര് മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ്. ഇതൊരു വലിയ ചോദ്യം നമ്മളിൽ ഉയർത്തുന്നുണ്ട്. യാതൊരു ഉപകരണങ്ങളുമില്ലാതെ കേവലം ധ്യാനത്തിലൂടെ മാത്രം ശരീരത്തിന്റെ ഇത്രയും സങ്കീർണമായ അദൃശ്യ ഭൂപടം കൃത്യമായി വരയ്ക്കാൻ സിദ്ധന്മാർക്ക് കഴിഞ്ഞെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് ഇനിയും കണ്ടെത്താൻ കഴിയാത്ത മറ്റെന്തെല്ലാം അത്ഭുത കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഇതിനെക്കുറിച്ച് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും അതൊരു വലിയ